ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടപാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ മഹേഷും ഇഷിതയും രാമനാഥനും തിരിച്ചു വന്നു. അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. നിനക്ക് വേണ്ടി അമ്മയ്ക്ക് ഇനി ചെയ്യാൻ ഒരു വഴിപാടും ഇല്ലടാ. നീ ഒന്ന് എഴുന്നേറ്റിട്ട് വേണം രാമന് പളനിക്ക് അയക്കാൻ വേണ്ടിയിട്ട്. രാമൻ പുഞ്ചിരിക്കുകയാണ്. ഇത്തവണ രാമൻ അയ്യോ എന്ന് പറഞ്ഞില്ല കേട്ടോ. അപ്പം അച്ഛന് പണിയായില്ലേ, ശയന പ്രദക്ഷിണം തന്നെ. അപ്പോഴേക്ക് രാമനാഥൻ പറഞ്ഞു, നിനക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഈ അച്ഛന് ഒരു മടിയില്ലടാ. ഈ അച്ഛൻ ചെയ്യും. സ്വപ്നം നേരുന്നതിന് മുമ്പേ അച്ഛൻ മനസ്സിൽ ഉറപ്പിച്ചതായിരുന്നു അത്. നിനക്ക് വേണ്ടിയിട്ട് ആ കൃത്യം ഞാൻ ചെയ്യൂടാ എന്ന് പറഞ്ഞു. പക്ഷേ മഞ്ജിമയ്ക്ക് ഇതൊന്നും പിടിക്കുന്നുണ്ടായിരുന്നില്ല. മോളിതൊക്കെ റൂമിൽ കൊണ്ടുവയ്ക്ക് എന്ന് പറഞ്ഞ് ഫയൽ കൊടുക്കുകയാണ്. മഹേഷിന് റൂമിലോട്ട് പോകണോ, അല്പം കൂടി കഴിയട്ടെ എന്ന് മഹേഷ് പറഞ്ഞു. ഇവനെ ഞാൻ കുറച്ച് നേരം കൂടി ഒന്ന് കാണട്ടെ, നീ ഇവന് കുടിക്കാൻ എന്തെങ്കിലും ഇടയ്ക്ക് എന്ന് മഞ്ജിമയോട് പറഞ്ഞപ്പോൾ മഹേഷ് പറഞ്ഞു, ഇപ്പം എനിക്കൊന്നും വേണ്ട. നീ വരുന്നുണ്ടെന്ന് അറിഞ്ഞ് ചിപ്പിമോള് സ്കൂളിൽ പോകാൻ വേണ്ടി മടിച്ചതായിരുന്നു. ഞാനിനി കുറേ കാലം ഈ വീട്ടിൽ തന്നെ ഇരിപ്പല്ലേ, അവളുടെ ക്ലാസ് ഒന്നും കളയണ്ട. അല്ല, ബാഗൊക്കെ എവിടെ? അത് കാറിൽ നിന്ന് ഇറക്കിയില്ല, ഞാൻ പോയി എടുത്തിട്ട് വരാം. അച്ഛനൊന്ന് ഇരുന്നിട്ട് ധൃതി പിടിച്ചോടേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ധൃതി പിടിച്ച് ഡിസ്ചാർജ് വാങ്ങി വരേണ്ട എന്ത് കാര്യമായിരുന്നു ഉണ്ടായിരുന്നത്? ഒരാഴ്ച കൂടി ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ആളെയാണ് സ്വന്തം തിരക്ക് കാരണം ഞാൻ തന്നെ ചികിത്സിക്കാമെന്നും പറഞ്ഞ് ഇഷിത വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് മഞ്ജിമ ഇങ്ങനെ പറയുകയാണ്. ഒരുമാതിരി ആക്കി പറയുന്ന മാതിരി. മഹേഷേ, നിനക്കെങ്കിലും കുറച്ച് തിരിച്ചറിവ് വേണ്ടായിരുന്നോ? മഞ്ജിമേച്ചി എന്തറിഞ്ഞിട്ടാണ് ഇഷിതയുടെ നേരെ പഴി തരാനായിട്ട് നോക്കുന്നത്? അല്ല, ഒരു കണക്കിന് അവൾ പറഞ്ഞത് ശരിയല്ലേ. ഐസിയുന്ന് റൂമിലെത്തിയിട്ട് അധികം ദിവസമൊന്നും ആയില്ലല്ലോ. നല്ല ചികിത്സയ്ക്ക് ആശുപത്രി ആയിരുന്നില്ലേ വേണ്ടത്? അവിടുത്തെ ഡോക്ടറെക്കാളും വലിയ ഡോക്ടർ ഇവിടെ ഉണ്ടല്ലോ. വീട്ടുകാരുടെ മുന്നിൽ ഷോ കാണിക്കാൻ അല്ലാതെ എന്ത് പറയാനാ എന്ന് മഞ്ജിമ. ഇത് കേട്ടു ഇഷിത. മഞ്ജിമ ചേച്ചി, എൻ്റെ കാര്യത്തിൽ വലിയ ടെൻഷനൊന്നും വേണ്ട കേട്ടോ. വിശ്വസിക്കുന്ന ആളൊന്നും അല്ല ഞാനത്. അല്ല, മഞ്ജിമ ചേച്ചിക്ക് എൻ്റെ കാര്യത്തിൽ വലിയ ടെൻഷൻ ഉണ്ടെങ്കിലേ ഹോസ്പിറ്റലിലേക്കൊന്നും കണ്ടില്ലല്ലോ. എൻ്റെ നാശം കാണാൻ കഴിക്കുന്ന രചന പോലും രക്ഷപ്പെടുമെന്ന് അറിയാനെങ്കിലും വന്നു. എൻ്റെ ചേച്ചിക്ക് മാത്രം അതിന് സമയം ഉണ്ടായില്ല എന്ന് എനിക്ക് മനസ്സിലായി. വന്ന് കണ്ട് ആശ്വസിപ്പിക്കണമെന്ന് കരുതി പറയുന്നതല്ല, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനുള്ള വ്യഗ്രത കണ്ട് പറഞ്ഞതാ. അച്ഛൻ കേട്ടല്ലോ, ഞാൻ ഹോസ്പിറ്റലിലേ മനഃപൂർവ്വം വരാതിരുന്നതല്ല, അച്ഛനാ സമ്മതിക്കാത്തത്. നീ അവിടെ ചെന്നാലും ഇത് തന്നെയല്ലേ കാണിക്കുന്നത്? എന്തിനാ വെറുതെ മറ്റുള്ളവരുടെ മനസമാധാനം കളയാനായിട്ട് നീയാ എന്ന് രാമനാഥൻ ചോദിക്കുകയാണ്. ഇഷിത ഇതൊക്കെ കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു. ഞാൻ ചികിത്സിച്ചോളാന്ന് പറഞ്ഞ് മഹേഷിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നതാണെന്ന് ആരും എന്നെ കുറ്റം പറയാൻ നിൽക്കണ്ട. മഹേഷ് ഡോക്ടറോട് ചോദിച്ച് വാങ്ങിച്ച് ഡിസ്ചാർജാ. ഞാൻ തടയാൻ ശ്രമിച്ചിട്ടൊന്നും നടന്നില്ല. ഞാൻ എത്ര പറഞ്ഞതാണെന്നറിയോ എന്ന് ഇഷിത ചോദിച്ചു. അല്ലെങ്കിൽ തന്നെ മഹേഷിനെ ചികിത്സിക്കാനുള്ള എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല. ഞാൻ ആ വിഭാഗത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറും അല്ല എന്ന് ഇഷിത പറഞ്ഞു. മഞ്ജിമേച്ചിക്ക് എന്നോടുള്ള വെറുപ്പ് ഇതുമായിട്ട് കൂട്ടിക്കെട്ടാനായിട്ട് വരണ്ട കേട്ടോ. അനിയന് സുഖമാണോ എന്നൊരു വാക്ക് ചോദിച്ചിട്ടാണോ ഈ ടെൻഷനൊക്കെ പ്രകടിപ്പിക്കുന്നത് എന്ന് ഇഷിത ചോദിച്ചപ്പോൾ മഞ്ജിമയ്ക്ക് ദേഷ്യം വന്നേ. അത് പിന്നെ എങ്ങനെയാ മോളെ, മറ്റുള്ളവരെ കുത്തി നോവിപ്പിച്ച് രസിക്കുന്നവർക്ക് എന്ത് മനസാക്ഷിയാണ് ഉള്ളത് എന്ന് രാമനാഥൻ. ഇതിനിടയ്ക്ക് സ്വപ്നവല്ലി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. മോളെയും തള്ളിക്കളയാൻ വയ്യ. എന്തായാലും മഞ്ജിമ ദേഷ്യത്തോടെ പോകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു, അവിടെ നിൽക്കുക. അങ്ങനെ മഞ്ജിമ തിരിഞ്ഞു നിന്നു. രചനയ്ക്ക് വേണ്ടിയ മഞ്ജിമേച്ചിയുടെ സംസാരം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനേ പോട്ടറൊന്നുമല്ല. രചനയുമായിട്ട് എന്താന്ന് വെച്ചാൽ ആയിക്കോ, പക്ഷേ അതെ ഈ വീട്ടിൽ വേണ്ട, അത്രേ ഞാൻ പറയുന്നുള്ളൂ. മഞ്ജിമ ഒന്നും മിണ്ടിയില്ല. എനിക്കറിയാം ഹോസ്പിറ്റലിൽ വിടേണ്ട സമയമായിട്ടില്ല എന്ന്. പിന്നെ എന്തിനാ ഞാൻ ഡിസ്ചാർജ് ചോദിച്ച് വാങ്ങിച്ചത് എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടിയും ഞാൻ തരാന്നേ എന്ന് മഹേഷ്. എൻ്റെ അവസ്ഥ മുതലെടുത്ത് രചന അടിക്കടി എന്നെ കാണാൻ അവിടെ വരുന്നുണ്ട്. അതൊരു ഹോസ്പിറ്റലായതുകൊണ്ട് ഇറങ്ങിപ്പോകാൻ ഞാൻ പറയാത്തതാണ്. മരണം മുഖാമുഖം കണ്ടതാണ് ഞാൻ. എനിക്ക് അവളുടെ സാമീപ്യം ഇഷ്ടമല്ല, എനിക്കവളെ വേണ്ട. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡോക്ടറോട് ഡിസ്ചാർജ് ചോദിച്ച് വാങ്ങിച്ച് വീട്ടിലേക്ക് വന്നതും. വേറെ വല്ലതും അറിയണമെന്നുണ്ടോ? ഇനിയുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇഷിതയുണ്ട്. ഇഷിത മതി, എനിക്കറിയാം. അവളിൽ നിന്ന് കിട്ടുന്ന സ്നേഹവും പരിചരണവും മതി. രചനയെ വിളിച്ച് മഞ്ജിമേച്ചി അതൊന്ന് പറഞ്ഞേരെ കേട്ടോ. എന്തായാലും സ്വപ്നവല്ലിക്കാർ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു രാമനാഥനും. നമുക്ക് റൂമിലേക്ക് പോകാം. അച്ഛൻ കൂടി ഒന്ന് വാ, മഹേഷിനെ പിടിച്ച് ബെഡിലേക്ക് കിടത്താനുള്ളതാ. അങ്ങനെ ഇഷിതയും രാമനാഥനും മഹേഷും കൂടി റൂമിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. മഞ്ജിമയും റൂമിലേക്ക് പോകാനായിട്ട് തുടങ്ങിയപ്പം നിൽക്കണേ, അവനെ ഇപ്പോൾ തുറന്നടിച്ച് പറഞ്ഞത് നീ കേട്ടില്ലേ? രജനിക്ക് വേണ്ടി നീ ചാരപ്പണി നടത്തുന്ന കാര്യം അവനറിയാം. ഇനിയും നീ അത് തുടർന്നാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അല്ല മഞ്ജിമ, നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും.
അത് അമ്മയുടെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. മഞ്ജുമയെ ചെയ്യാത്ത കുറ്റത്തിന് ഇറക്കി വിട്ടാൽ ഞാൻ പോകുമെന്ന് കരുതണ്ട. പിന്നെ നീ എന്തു ചെയ്യും? പോലീസ് കംപ്ലൈൻറ്റ് ചെയ്യുമോ? നിനക്ക് തരാനുള്ളതൊക്കെ തന്നിട്ട് തന്നെയാണേ നിന്നെ ഇറക്കി വിട്ടത്. എല്ലാം നശിപ്പിച്ചിട്ട് അഗതിയെപ്പോലെ തിരിച്ചു വന്നാലേ മറ്റുള്ളവരുടെ സ്വസ്ഥത കെടുത്തുവാണോ നീ? എൻ്റെ ഭർത്താവിനെ ഓടിച്ചു വിട്ടുന്ന അമ്മയുടെ മരുമോള് തന്നെയാണ്. എൻ്റെ വിധി അവൾക്ക് ഞാൻ വരുത്തി വയ്ക്കും. എന്നിട്ടേ ഈ മഞ്ജുമ പോകുള്ളൂ. അതിനുവേണ്ടി തന്നെ ഞാനിവിടെ നിൽക്കുന്നത്. വിഷം അലേടി നീ, കൊടും വിഷം. ഇവളെയാണല്ലോ പലപ്പോഴായി ഞാൻ സംരക്ഷിച്ചത്. അമ്മ പ്രസവിച്ചതല്ലേ, അങ്ങനെ പറ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ് മഞ്ജിമ. അതായത് ഇഷിതയ്ക്ക് ആ വിധി വരുത്തുമെന്ന് പറഞ്ഞാൽ മഹേഷിനെ ഇല്ലാണ്ടാക്കുന്നല്ലേ ഈ രചന പറഞ്ഞതിനർത്ഥം. അല്ലെങ്കിൽ മഹേഷിനെയും ഇഷിതയും തമ്മിൽ വേർപിരിക്കുമെന്ന് തന്നെയല്ലേ പറഞ്ഞത്. പിന്നെ കാണിക്കുന്നത് രചനയാണ്. രചനയുടെ ചുരിദാർ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. സ്മൃത വന്നിട്ടുണ്ട്. അപ്പോൾ സുമിതയ്ക്ക് ചായയൊക്കെ കൊടുത്തിട്ട് വിശേഷമൊക്കെ ചോദിക്കുക. നിൻ്റെ ഫ്ലാറ്റിലെ താമസം എങ്ങനെയുണ്ട്? ഓ, അതൊരു ലക്ഷറി ഫ്ലാറ്റല്ലേ, എന്ത് കുറവാണ് ഉള്ളത്? ആ, കമ്പനി എല്ലാ സുഖസൗകര്യങ്ങളും ചെയ്തു തന്നിട്ടും നിന്നെ ഞാനിവിടെ പിടിച്ചു നിർത്തുന്നത് ശരിയല്ലല്ലോ. നീ അങ്ങനെ നീരസം കാണിക്കുകയൊന്നും വേണ്ട. നീ ഇവിടെ ഉള്ളിടത്തോളം കാലം ഇതെൻ്റെ വീടും അതെൻ്റെ ഫ്ലാറ്റും. എനിക്ക് ലീവുള്ള ദിവസം ഇങ്ങ് വന്നാൽ പോരെ? ആ, നിനക്കിവിടെ എന്തെങ്കിലും അസൗകര്യം ഉണ്ടായാൽ അതിന് ആകാശായിരിക്കും കാരണം എന്നാണ് ഞാൻ കരുതിയത്. അബദ്ധവശാൽ എൻ്റെ മോനായി പോയി. അല്ല, ആകാശ് ഇവിടെ ഇല്ലേ? ഉണ്ട്. ആ, ഹലോ സുമി കുറച്ചുകൂടി ഗ്ലാമറായിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞ് ആകാശ് വന്നു. നീ വിവരമൊന്നും പറഞ്ഞില്ലേ? നിൻ്റെ ഹസ്ബൻഡ് ഡിസ്ചാർജായി വീട്ടിലെത്തിയിട്ടുണ്ടായെന്ന്. ഡിസ്ചാർജ് ചോദിച്ച് വാങ്ങിച്ചു എന്നൊക്കെയാണ് കേട്ടത്. ആംബുലൻസിലെ ഡെഡ് ബോഡി പോലെയാണത്രേ വീട്ടിലേക്ക് കൊണ്ടുപോയത്. ഹോസ്പിറ്റലിൽ കിടന്ന് മഹേഷിനും അടുത്ത് കാണും. വീട്ടിൽ വന്നാലും ഭാര്യ ഡോക്ടർ തന്നെയല്ലേ എന്ന് സുമിത പറഞ്ഞപ്പോൾ രചനയുടെ അങ്ങോട്ടുള്ള ഓട്ടം നിന്നല്ലോ. ഞാൻ മഹേഷിനെ കാണാൻ പോകുന്നു എന്ന് ആകാശ് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് എന്ന് രചന പറഞ്ഞപ്പോൾ നീ പിന്നെ ആരെ കാണാൻ അടിയോടുന്നേ? രചന പോകുന്നതിൽ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് എന്ന് സുമിത രചനയുടെ സപ്പോർട്ട് ചെയ്ത് പറയാം. അത് മഹേഷിൻ്റെ പ്രീതി പിടിച്ചു പറ്റാനാണ് ആകാശ് ചിന്തിക്കരുത്. അതെ, ഞാൻ മനസ്സിലാക്കിയത് വെച്ച് മഹേഷ് വർഷങ്ങളോളം ബെഡിൽ കിടക്കുമെന്നും അതിൻ്റെ നേട്ടം കൊയ്യാൻ പോകുന്നത് സുമിയാണ്. മനസ്സിലായോ? മഹേഷിൻ്റെ ബിസിനസ്സിൽ ഇടിവ് വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മഹേഷിൻ്റെ ആരോഗ്യകാര്യത്തെക്കുറിച്ച് ആരാ ഇതൊക്കെ പറഞ്ഞത്? ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. എനിക്കവിടെ നെറ്റ്വർക്ക് ഉണ്ടെന്ന് കൂട്ടിക്കോ. ഇനിയുള്ള അവൻ്റെ ജീവിതം വീൽ ചെയറിൽ. മഹേഷിനെ സ്വപ്നം കണ്ടാരും നേരം കളയണ്ട എന്ന് ആകാശ് പറയാണ്. രചന ഒന്നും മിണ്ടിയില്ല. രചനയ്ക്കൊരു ആകാശിനൊരു കോള് വരിക. ആ, ഞാൻ ഇറങ്ങുക. സുമി വരുന്നുണ്ടോ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. താങ്ക്സ്, ഞാൻ കാറിലാണ് വന്നത്. ഓ, എന്നാൽ ശരി എന്ന് പറഞ്ഞ് ആകാശ് അങ്ങ് പോയി കേട്ടോ. എൻ്റെ പൊന്നു സുമിത, മഹേഷിൻ്റെ കാര്യത്തിൽ ആകാശ് പറഞ്ഞത് എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഇല്ലെന്നേ, മഹേഷ് കടന്നു പോകത്തൊന്നുമില്ല. ആത്മസംതൃപ്തിക്ക് വേണ്ടി ആകാശ് വെറുതെ പറയുന്നതാ. ആകാശ് അതിന് നല്ല പ്രചരണം കൊടുക്കുകയും ചെയ്യും. മഹേഷ് കിടപ്പിലായി എന്നായിരിക്കും പ്രചരിപ്പിക്കാൻ പോകുന്നത്. 3-4 മാസത്തെ ശ്രമം മതിയാകും. അതിനുള്ളിൽ മഹേഷ് എഴുന്നേക്കും. ഈ സമയം നല്ല കരുതൽ വേണം. ഞാൻ നോക്കേണ്ടത് എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളും നീ നോക്കേണ്ടത് മഹേഷിൻ്റെ പരിചരണവുമാണ്. എപ്പോഴും കൂടെ വേണം. പക്ഷേ മഹേഷിൻ്റെ മുന്നിൽ നീ ഉണ്ടാവണം. നീ ഇന്നലെ ഇത് പറഞ്ഞ് നീ എന്നെ കൺഫ്യൂഷനാക്കി. ആദ്യം മുന്നിൽ നിർത്തിയിട്ടൊന്നും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ അങ്ങനെ നിന്ന് തരത്തുമില്ല. അവൻ്റെ മുന്നിൽ നീ കുറച്ച് സെൻറ്റിമെൻറ്റ്സ് കാണിക്കുക. നിന്നെ അവൻ തള്ളിക്കളയില്ല. നീ ഇതൊരു വലിയ ഗെയിമായിട്ട് കാണുക. നിനക്ക് ജയിക്കാനുള്ള കളി. ഡാഡി ഡിസ്ചാർജായി വിവരം അറിഞ്ഞ് മകനെ കൊണ്ടുവന്ന് ഡാഡിയെ കാണിക്കാനായിട്ട് നീ ഇന്ന് തന്നെ പോകണം. മനസ്സിലായോ? നിൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും വേണ്ട. ഒരു തവണ നീ അവിടെ പോയി കഴിഞ്ഞാൽ നിൻ്റെ മടിയൊക്കെ മാറും. ഇഷിതയ്ക്ക് നമ്മൾ വെച്ച കെണിയിൽ മഹേഷ് വന്ന് വീണതേ നിൻ്റെ ഭാഗ്യമായിരിക്കും. നീ അങ്ങനെ ചിന്തിക്കുക. ദൈവം നിൻ്റെ മുന്നിൽ തുറന്നിട്ട വഴിയായത്. ആ സമയത്ത് ആകാശ് വിളിക്കുകയാണ് സുമിതയാണെങ്കിൽ സുമിത ആകാശെന്ന് പറയുന്നില്ല. എന്നെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ ഇറങ്ങട്ടെ. ആദ്യം വന്നാലുടനെ നീ അവനെയും കൂട്ടി പോരെ. എന്തായാലും ഇത് സുമിത 2 പേരുടെ ഇടയ്ക്ക് നിന്നും കളിക്കുന്ന കളിയാണ്. പിന്നെ കാണിക്കുന്നത് ഇഷിത ജ്യൂസുമായിട്ട് മഹേഷിൻ്റെ അരികിലേക്ക് ചെല്ലാണ്. എന്തായാലും ഒരു കാര്യം പറയാതെ വയ്യ. ഒരു കാര്യം ആക്കണ്ട, 100 കാര്യം പറഞ്ഞോ എന്ന് മഹേഷ്. ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തിയപ്പോൾ തന്നെ മഹേഷിന് നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. അത് സമ്മതിച്ചല്ലോ. അതുകൊണ്ടാണ് അവിടുന്ന് സ്ഥലം വിടാമെന്ന് ഞാൻ പറഞ്ഞത്. ഹോസ്പിറ്റലും വീടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാവോ? ഹോസ്പിറ്റലിൽ പേഷ്യൻ്റ്, വീട്ടിലെത്തിയ കുടുംബാംഗമാകും എന്ന് മഹേഷ് ഇങ്ങനെ പറയുകയാണ്. ഇഷിത പതുക്കെ അവൻ്റെ മുഖവും മേലൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണ്.
അത് കണ്ടുകൊണ്ടാണ് പ്രിയാമണിയും പ്രഭുമാഷും വരുന്നത്. മോളേന്ന് വിളിച്ചു. ആ അമ്മേ, കയറി വാച്ചാ. മാഷ് അച്ഛനെ കണ്ടില്ലേ? ആ, രാമനാഥൻ റൂമിലാന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോന്നു. പ്രിയാമണി പറഞ്ഞു, ഡിസ്ചാർജ് വാങ്ങിച്ച് പെട്ടെന്ന് തിരിച്ചു പോരേണ്ടിയിരുന്നില്ല. ഇഷിത പറഞ്ഞതായിരിക്കും. എന്തായാലും ഇഷിതയുടെ ബലത്തിലാണ് ഡിസ്ചാർജ് ചെയ്തത്. അല്ല, എത്ര ദിവസത്തേക്കാണ് ബെഡ് റെസ്റ്റ്? അതിപ്പോൾ ഡോക്ടർ തന്നെ പറയേണ്ട എന്ത് കാര്യമുള്ളത്? നമ്മുടെ ബോഡി ഓക്കെ ആവുന്നത് നമുക്കറിയില്ലേ. ആ, ഇങ്ങനെയൊക്കെയാ ചിന്തയെങ്കിലും മഹേഷ് അധികം വൈകാതെ എഴുന്നേറ്റ് നടക്കും. മഹേഷിനെല്ലാം നിസ്സാരമാണ് എന്നിഷിത. മഹേഷ് ഇതെല്ലാം അങ്ങനെ നിസ്സാരമായിട്ട് കാണരുത്. കുറച്ച് കാലം കിടക്കേണ്ടി വരുന്നതിൻ്റെ ബുദ്ധിമുട്ട് അറിയാതെയല്ല പറയുന്നത്. കുറച്ച് കാലം സർജറി കഴിഞ്ഞതിൻ്റെ ആ കരുതലൊക്കെ വേണം. ഇഷു പറയണത് അനുസരിക്കണം. ആ കാര്യത്തിൽ ചെയ്യേണ്ടത് അതാണ്. ആ സമയത്ത് രാമനാഥനും സ്വപ്നവല്ലിയും വരികയാണ്. ആ, സ്വപ്നം വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. നിങ്ങൾ വന്നോ? ആ, ഞാൻ പറയായിരുന്നു നല്ല ശ്രദ്ധ വേണമെന്നേ. ഓ, വേറെ പ്രശ്നമൊന്നുമില്ലാതെ കഴിഞ്ഞ് കിട്ടിയില്ലേ? ആ, എന്തായാലും വീട്ടിൽ വന്നില്ലേ? വീട്ടിൽ വന്നത് തന്നെ നന്നായി. മഹേഷ് ഹോസ്പിറ്റലിൽ കിടന്ന ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കേണ്ടത് ഇഷിത തന്നെയാണ്. എനിക്ക് എന്ത് പ്രയാസമുള്ളത്? മോള് ലീവ് എടുത്ത് അവൻ്റെ കൂടെ ഇരിക്കില്ലേ? ഇവിടെ ആവുമ്പോൾ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സ്വപ്നവല്ലി പറഞ്ഞു, നിങ്ങൾ ചായ എടുക്കാം. ഓ, സാരമില്ല, ഞങ്ങളിപ്പോൾ വന്നതല്ലേ ഉള്ളൂ. ഞങ്ങളെ അതിഥികളായി കാണണ്ട. എന്നാലും ഞാൻ ചെയ്യാനുള്ളത് ചെയ്യണ്ടേ? നിങ്ങളങ്ങനെ എപ്പോഴും ഇങ്ങോട്ട് വരുന്നതല്ലല്ലോ. അപ്പോൾ നിങ്ങൾ അതിഥികൾ തന്നെയാണ് എന്നും പറഞ്ഞ് സ്വപ്നവല്ലി ചായ എടുക്കാനായിട്ട് പോവാണ്. അല്ല, ഇഷിതയുടെ കാറിന് എന്താ പറ്റിയെന്ന് വല്ല അന്വേഷണം ഉണ്ടായോ? ആ, സ്റ്റേഷനിൽ നിന്ന് വന്ന് കുറച്ച് പേര് ചോദിച്ചിരുന്നു. CCTV ഫുട്ടേജൊക്കെ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. കാറിന് എന്താ പറ്റിയെന്ന് അറിയാനായിട്ട്. പോലീസ് വന്നായിരുന്നോ? അറിയാവോ? എന്തായാലും സ്റ്റേഷനിൽ നിന്ന് പിന്നെ കോണ്ടാക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് മഹേഷ് പറഞ്ഞപ്പോഴേക്കും രാമനാഥൻ പറഞ്ഞു, ഒരു CI വന്ന് പോയിരുന്നു. അന്ന് രാത്രി ആരെങ്കിലും ഫ്ലാറ്റിനുള്ളിൽ കടന്നു എന്നൊക്കെ സെക്യൂരിറ്റിയോട് ചോദിച്ചിരുന്നു. മോളൊന്ന് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് പ്രിയാമണി ഇഷിതയെ വിളിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ്. രാമനാഥനും പ്രഭുമാഷ് മാത്രമായി. പ്രഭുമാഷ് പറഞ്ഞു, ഞാൻ പറയുന്നതിൽ എത്ര കഴമ്പുണ്ടെന്ന് അറിയത്തില്ല. ആകാശ് മേനോനെ മഹേഷ് തല്ലിയതിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. കാറിൻ്റെ ബ്രേക്കിന് കേടുവരുത്തുമെന്ന് സംശയമാണോ മാഷിന്? ആ, അങ്ങനെ ഒരു സംശയമില്ലാതില്ല. അതിന് ഇഷിതയെ എന്തിന് ലക്ഷ്യം വെക്കണം? അല്ല, ആകാശ് മേനോൻ ഏതറ്റം വരെയും പോകുമെന്ന് രാമനാഥൻ അറിയില്ലേ? ഇഷിതയ്ക്ക് സംഭവിച്ചാലും അത് മഹേഷിന് കിട്ടുന്ന അടി തന്നെയല്ലേ? അപ്പോഴേക്ക് സ്വപ്നവല്ലി പറഞ്ഞു, ഇനി നമുക്ക് ചായ കുടിച്ചിട്ട് സംസാരിക്കാം. ഇതേ സമയം നമ്മുടെ പ്രിയാമണി ഇഷിതയെ മാറ്റി നിർത്തി സംസാരിക്കുക. ഇനിയിപ്പോൾ എന്തിനും ഏതിനും മഹേഷിന് ഒരാളിൻ്റെ സഹായമില്ലാതെ പറ്റില്ല അല്ലേ? എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ ജീവനോടെ തിരിച്ചു കിട്ടിയത് തന്നെ എൻ്റെ മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോഴാണ് കുറച്ചു കാലം ഞാൻ മഹേഷിനെ ശുശ്രൂഷിക്കുന്നതിനെക്കുറിച്ച് അമ്മ പറയുന്നത്. ഞാൻ പറയുന്നത് അതിൻ്റേതായ രീതിയിൽ അമ്മയ്ക്ക് നിനക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് പ്രിയാമണി ചോദിച്ചു. അപ്പോൾ എനിക്ക് മടുപ്പാകുന്നതാണോ അമ്മ ഈ പറയുന്നത്? അതിലെന്താ സംശയം? അമ്മ എന്താ അമ്മ ഇത് കേട്ടുകൊണ്ടാണ് നമ്മുടെ പ്രഭുമാഷ്, കിടപ്പ് രോഗിയായ ഒരാളെ പരിചരിക്കുന്നത് പോലെയല്ല ഇത്. മഹേഷിന് ബാത്റൂമിൽ പോലും പോകാൻ പറ്റില്ല. ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ട് വേണ്ടേ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ? അതിന് നിൻ്റെ സഹായം വേണ്ടേ എന്നൊക്കെ പ്രിയാമണി ഇങ്ങനെ ചോദിക്കുകയാണ്. ഇഷിത പറഞ്ഞു, അവിടെ കിടക്കുന്നത് ഏതൊരാളല്ല, എൻ്റെ ഭർത്താവാമേ. എന്നും ഇഷിത പറയുക. ഒരു ഭാര്യ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നത് മടുപ്പുണ്ടാക്കുന്ന കാര്യമാണോ? അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, അച്ഛനൊരാപത്ത് വന്നാൽ അച്ഛനെ ശുശ്രൂഷിക്കാൻ അമ്മയ്ക്ക് മടുപ്പുണ്ടാവുമോ? ഉണ്ടാവുമോ? അമ്മ അത് തന്നെയല്ലേ ഇപ്പോൾ പറഞ്ഞു വരുന്നത്. എന്തായാലും പ്രഭുമാഷ് ഒന്നും കേട്ടിട്ട് മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. മാഷിനെ പരിചരിക്കാനേ ഞാൻ എന്തിനു മടിക്കണം? എൻ്റെ ഭർത്താവ് എനിക്ക് കാണപ്പെട്ട ദൈവമാണ്. അതെന്താ, എനിക്കും അങ്ങനെ ഒരു വിചാരം വേണ്ടേ? നീ എന്നെക്കൊണ്ട് പറയിപ്പിച്ച് അടങ്ങുള്ളല്ലേ? ഒരു പുരുഷൻ ഭർത്താവാകുന്നതേ കഴുത്തിലൊരു താലിച്ചരട് കെട്ടിയതുകൊണ്ട് മാത്രമാവില്ല. എൻ്റെ ഭർത്താവ് എൻ്റെ കുട്ടികളുടെ അച്ഛനാ, അത് നിനക്കറിയാവോ? എൻ്റെ രക്തത്തിലെ ആ മനുഷ്യനും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഞാനും അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അദ്ദേഹം മരിച്ചു പോയാൽ ആ ചിതയിൽ ചാടി മരിക്കാനും ഞാൻ ഒരുക്കുക. ചിലപ്പോൾ ഞാനത് ചെയ്തു പോയിന്നും വരും എന്നൊക്കെ പ്രിയാമണി ഇങ്ങനെ പറയാം. നീയും നിൻ്റെ ഭർത്താവിനെ വിശേഷിപ്പിക്കുന്ന ആ പുരുഷനുമായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ആത്മബന്ധം നിങ്ങൾ തമ്മിലുണ്ടോ? ഒരു പുരുഷൻ്റെ നെഞ്ചിലെ ചൂടറിഞ്ഞ് ജീവിക്കാൻ നിനക്ക് ഇതുവരെയെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? നിനക്ക് അങ്ങനെ ഒരു മോഹമെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? മറ്റുള്ളവരുടെ കണ്ണിൽ മണ്ണിടാൻ വേണ്ടിയിട്ടൊരു നാടകം, അതിൻ്റെ തുടർച്ചയാണ് നിൻ്റെ ഈ പരിചരണവും. അതിന് നിൻ്റെ ആവശ്യം എന്താ? ഒരു ഹോം നേഴ്സിനെ വെച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുകയാണ് പ്രിയാമണി. ഇഷിതയ്ക്ക് ആകെ സങ്കടമാവുക. മഹേഷിന് വേണ്ടത് ഹോം നേഴ്സ് ചെയ്യും. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിനക്കുള്ളിൽ മടുപ്പ് തോന്നുക തന്നെ ചെയ്യും ഇഷിത എന്ന് പ്രിയാമണി പറയുക. മോൾക്കിത് മടക്കുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചാൽ എന്ത് തെറ്റാ നീ കാണുന്നത്? ഇഷിതയ്ക്ക് മറുപടിയില്ല കേട്ടോ. ഇനി നീ എങ്ങനെ ജീവിച്ചാലും നിൻ്റെ ജീവിതത്തിൽ കൈ കടത്താനായിട്ടേ ഞാൻ വരത്തില്ല. പറഞ്ഞതും ചോദിച്ചതൊക്കെ തിരിച്ചെടുത്തു. നിന്നെ ഓർത്ത് മോഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും എനിക്കില്ല.
നിൻ്റെ മുന്നിൽ തോറ്റുപോയൊരമ്മയെ ഞാൻ എന്നൊക്കെ പ്രിയാമണി പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇഷിതയ്ക്കാണെങ്കിൽ ആകെ സങ്കടമായി. പ്രിയാമണി വാതിക്കലേക്ക് ചെന്നപ്പോൾ ഇതെല്ലാം കേട്ട് പ്രഭുമാഷ് ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. പ്രിയാമണി കരഞ്ഞതും പ്രഭുമാഷിന് സങ്കടമായി. മാത്രമല്ല ഇഷിതയെ കരഞ്ഞതും ഇഷിതയ്ക്ക് സങ്കടമായതും പ്രഭുമാഷിന് സങ്കടമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സി യു അഗെയിൻ. താങ്ക് യു.